ശേഷം ഒളിവിൽ പോയിരുന്നു. വിജയ് AC റൂമിൽ കയറി ഡോർ അടച്ചിരിക്കുകയായിരുന്നു. സിനിമയിൽ രക്ഷകനായിരുന്ന വിജയ് ജീവിതത്തിൽ വില്ലനായിരുന്നു. ഇത്രയും പാവം പിടിച്ച ജനങ്ങളെ കൊന്ന ഒരു പ്രതിയാണ് വിജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു രോഷമാണ് അണപൊട്ടി ഒഴുകിയത്. അപ്പോൾ അതിൽ സ്ത്രീകളടക്കമുള്ള ആളുകളെ മുന്നിൽ നിർത്തി കളിച്ചവരുണ്ട്. അതായത് ഈ പറയുന്ന വിജയ് ഇങ്ങനെയാണ്, വിജയ് അങ്ങനെയാണ്, വിജയ് മനഃപൂർവ്വം 10-15 മിനിറ്റ് ലേറ്റായി ഈ പറയുന്ന മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ അവിടേക്ക് ആൾ കൂടും, അതിനു വേണ്ടിയിട്ട് വിജയ് മനഃപൂർവ്വം ലേറ്റായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രസ്താവനയായിട്ട് പലരും എത്തി. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ ഒരു സ്ഥലത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. വിജയ്ക്കെതിരെ ഒരു കുറ്റം പറയുകയോ വിജയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ല ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ചോദ്യത്തിനെ ഒരു സൈഡിലേക്ക് തള്ളിവിടുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കള്ളത്തരം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ മനസ്സിലായില്ലേ. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു അഭിനയം കൂടി, അതായത് സിനിമ